ഈ ഒരു നാടൻ ബീഫ് കറി റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചെറിയ ജീരകം, വലിയ ജീരകം, ഏലക്ക, കുരുമുളക്, വറ്റൽമുളക് ഇട്ട് ചെറിയ തീയിലൊന്ന് ചൂടാക്കി എടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് കാശ്മീരി ചില്ലി പൗഡർ, സാദാ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇട്ട് ഒരു ചെറു തീയിൽ ചൂടാക്കി സെറ്റാക്കി എടുക്കുക. ചൂടാറിയതിനു ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ നമ്മൾ ബീഫിലേക്കുള്ള മസാല റെഡി. ഇതിന്റെ മസാല റെസിപ്പി ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് മസാല ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറുനാരങ്ങ, കുറച്ച് വെളിച്ചെണ്ണ വെച്ച് നമ്മളൊന്ന് കുഴച്ച് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മാരിനേഷൻ വെക്കണം. നെക്സ്റ്റ് നമുക്ക് ബീഫ് കറിയിലേക്ക് വേണ്ടത് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ചെറിയ ഉള്ളി, പച്ചമുളക്, കരിവേപ്പില. ഇനി നമ്മൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. വഴണ്ട ശേഷം നമ്മൾ പച്ചമുളക്, തക്കാളി ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ബീഫ് ഇട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ഈ ഒരു ടൈമിൽ ഏറ്റവും ചെറു തീയിൽ വേണം നമ്മൾ വേവിക്കാൻ. ഇതിനിടയിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം വെച്ച് നമ്മളൊരു 1/2 hour അല്ലെങ്കിൽ 45 മിനിറ്റ്സ് ചെറു തീയിൽ വേവിച്ചെടുത്താൽ സംഭവം സെറ്റാണ്. അതിലേക്ക് ഫൈനൽ സ്റ്റെപ്പായിട്ട് കുരുമുളക് പൊടി, ഗരം മസാല, വേപ്പില, വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ ബീഫ് കറി റെഡിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.